നമസ്കാരം. ഒരു കാലത്ത് നമ്മൾ ഏതാണ്ട് നിയന്ത്രിച്ചു എന്ന് കരുതിയ ക്ഷയരോഗം പോലുള്ള അസുഖങ്ങൾ എങ്ങനെയാണ് വീണ്ടും വരുന്നത്? ഉം. അതുപോലെ നിപ വൈറസ് പോലുള്ള പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പെട്ടെന്നുണ്ടാകുന്നത്? നിങ്ങൾ പങ്കുവച്ച ഈ ചില കാര്യങ്ങൾ വെച്ച് നമുക്കിന്ന് ഈ രണ്ട് വിഷയങ്ങളൊന്ന് വിശദമായി നോക്കാം, അല്ലേ? തീർച്ചയായും. അതായത് 80കളിലെ അമേരിക്കയിലെ TB വ്യാപനം, പിന്നെ ഇപ്പോൾ അടുത്തിടെ നമ്മുടെ കേരളത്തിലുണ്ടായ നിപ അനുഭവം. ഇതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ശരിയാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണിത്. ഈ രേഖകളൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ കൃത്യമായ കണക്കുകൾ, ഡേറ്റ, പിന്നെ നല്ല നിരീക്ഷണ സംവിധാനങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്നിത് കാണിക്കുന്നുണ്ട്. ശരിയാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പിന്നെ നമ്മുടെ പരിസ്ഥിതിയുടെയും ആരോഗ്യം, അതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊരു തിരിച്ചറിവും ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ലേഖനങ്ങളിലെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ക്ഷയരോഗത്തിൽ നിന്ന് തുടങ്ങാം. TBയിൽ നിന്ന്. 1980കളിലും 90കളിലും അമേരിക്കയിലെ TB ഒരു തിരിച്ചുവരവ് നടത്തിയല്ലോ. നടത്തി. എന്തായിരുന്നു ശരിക്കും അതിന്റെ പ്രധാന കാരണങ്ങൾ? ഈ ലേഖനത്തിൽ പറയുന്നത് HIV എയ്ഡ്സ് വ്യാപനം ഒരു പ്രധാന പ്രശ്നമായിരുന്നു, അല്ലേ? അതെ, അതൊരു വലിയ ഘടകമായിരുന്നു. HIV വരുമ്പോൾ പ്രതിരോധശേഷി കുറയുമല്ലോ. അപ്പോൾ TB വരാനുള്ള സാധ്യത കൂടും. അത് മാത്രമല്ല, ഈ മരുന്നുകളോട് പ്രതികരിക്കാത്ത തരം TB, ഡ്രഗ് റെസിസ്റ്റന്റ് TB, അതും കൂടി. പിന്നെ TB കൂടുതലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് അമേരിക്കയിലേക്ക് കുടിയേറിയതും അതും ഒരു കാരണമായി. ശരി. അത്രയ്ക്ക് രൂക്ഷമായിരുന്നു സാഹചര്യം ആയിരുന്നു. അതുകൊണ്ടാണ് ലോക ആരോഗ്യ സംഘടന WHO 1993-ൽ TBയെ ഒരു ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചത്. ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, രോഗം എത്രത്തോളമുണ്ട് എന്നറിയാൻ കൃത്യമായ നിരീക്ഷണവും പിന്നെ കിട്ടുന്ന വിവരങ്ങൾ സുതാര്യമായിരിക്കണം എന്നതുമാണ്. കണക്കുകളുടെ പ്രാധാന്യം. അതെ, അന്ന് ഈ കണക്കുകൾ കൃത്യമായി കിട്ടാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ശരിക്കും ബാധിച്ചു. അപ്പോ ഈ പാഠം ഇന്ത്യക്ക് എത്രത്തോളം പ്രധാനമാണ്? ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ TB രോഗികൾ ഇന്ത്യയിലാണല്ലോ. അതെ. അമേരിക്കയിൽ പറഞ്ഞ ആ കാരണങ്ങൾ, HIV, മരുന്ന് പ്രതിരോധിക്കുന്ന TB, MDR TB, പിന്നെ പോഷകാഹാരക്കുറവ്, ഇതൊക്കെ ഇവിടെയും പ്രശ്നമല്ലേ? തീർച്ചയായും. ഇതെല്ലാം ഇവിടെയും വലിയ വെല്ലുവിളികളാണ്. നമ്മുടെ ലക്ഷ്യം 2025ഓടെ TB നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ്. ആഗോള ലക്ഷ്യത്തിനും 5 വർഷം മുൻപേ. അതെ. അതിനായിട്ട് ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി NTP ഒക്കെയുണ്ട്. നിക്ഷയ് പോഷൺ യോജന വഴി ചികിത്സയിലുള്ളവർക്ക് പോഷകാഹാരത്തിന് സഹായം നൽകുന്നുണ്ട്. എന്നാൽ ലക്ഷ്യം നല്ലതാണെങ്കിലും ഒരുപാട് കടമ്പകളുണ്ട്. രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. MDR TB കൂടുന്നുണ്ട്. ശരിയാണ്. പിന്നെ ഈ രോഗത്തോടുള്ള ഒരു പേടി, സാമൂഹികമായ ഒറ്റപ്പെടുത്തൽ, അതും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേർ ചികിത്സ തേടുന്നത് സ്വകാര്യ മേഖലയിലാണ്. അവിടെ നിന്നുള്ള റിപ്പോർട്ടിംഗ്. അതെ. അവിടുത്തെ റിപ്പോർട്ടിംഗിൽ ചില പ്രശ്നങ്ങളുണ്ട്. കണക്കുകൾ കൃത്യമായി കിട്ടണമെന്നില്ല. ഇവിടെയാണ് അമേരിക്കൻ അനുഭവം നമ്മൾ ഓർക്കേണ്ടത്. അതായത് അമിത ആത്മവിശ്വാസം പാടില്ല. എല്ലാം നിയന്ത്രണത്തിലാണെന്ന് കരുതരുത്. കൃത്യമായ ഡേറ്റയെ ആശ്രയിക്കണം. നിരന്തരമായ ജാഗ്രത വേണം. ശരി. എല്ലാ രോഗികളെയും കണ്ടെത്തണം, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിലുള്ളവരെ. എന്നിട്ട് അവരുടെ ചികിത്സ കൃത്യമായി നിരീക്ഷിക്കണം. നിക്ഷയ് പോർട്ടലൊക്കെ അതിന് സഹായിക്കും. ചികിത്സ പൂർത്തിയാക്കുന്നു എന്നുറപ്പാക്കണം. അതെ, അത് വളരെ പ്രധാനമാണ്. ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് വലിയ പ്രശ്നമാണല്ലോ. അതെ, അതാണ് MDTB കൂടാനുള്ള ഒരു പ്രധാന കാരണം. ഇനി നമുക്ക് മറ്റേ വിഷയത്തിലേക്ക് വരാം. നിപ. ഈ അടുത്ത കാലത്ത് കേരളത്തെ ശരിക്കും പേടിപ്പിച്ചൊരസുഖം. നിപ വൈറസ്. 40 തൊട്ട് 75% വരെ മരണനിരക്ക്. അത് വളരെ കൂടുതലാണ്. വവ്വാലുകളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് വരുന്നത് എന്ന് പറയുന്നു. അതെ, അതൊരു ജന്തുജന്യ രോഗമാണ്. സൂനോട്ടിക് ഡിസീസ് എന്ന് പറയും. ഇതിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ഇപ്പോ ഇല്ല എന്നതും പേടി കൂട്ടുന്നു, അല്ലേ? ശരിയാണ്. അംഗീകൃത ചികിത്സയില്ല. ഇവിടെയാണ് ഏകാരോഗ്യം അല്ലെങ്കിൽ വൺ ഹെൽത്ത് എന്ന ആശയത്തിന്റെ പ്രാധാന്യം വരുന്നത്. വൺ ഹെൽത്ത് അതെന്താണ്? അതായത് മനുഷ്യന്റെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, ഇവ മൂന്നും ഒന്നായി കാണണം. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് കാണാൻ പറ്റില്ല എന്ന ചിന്ത. ഓക്കേ.
നിങ്ങൾ തന്ന രേഖകളിലും അത് പറയുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സമ്പർക്കം കൂടുന്നത്, ഇതൊക്കെ ഇത്തരം വൈറസുകൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യത കൂട്ടുന്നു. അതിനെയാണ് സൂണോട്ടിക് സ്പില്ലോവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏകാരോഗ്യം എന്ന ആശയം ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത്, അതായത് ജനസാന്ദ്രത കൂടുതലുള്ള മനുഷ്യരും മൃഗങ്ങളും വളരെ അടുത്ത് ജീവിക്കുന്നൊരിടത്ത് എങ്ങനെ പ്രാവർത്തികമാക്കും? നല്ല ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. മൃഗങ്ങളിൽ എന്തെങ്കിലും രോഗങ്ങൾ പടരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്താനും നിയന്ത്രിക്കാനും കഴിഞ്ഞാൽ അപ്പോ മനുഷ്യരിലേക്ക് എത്തുന്നത് തടയാം. ഒരു പരിധിവരെ തടയാം. ഇതിന് ആരോഗ്യം, മൃഗസംരക്ഷണം, വനം, പരിസ്ഥിതി വകുപ്പുകളൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കണം. നല്ല ഏകോപനം വേണം. ശരിയാണ്. വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. അതെ, ഒരുമിച്ച് നിരീക്ഷണ സംവിധാനങ്ങൾ വേണം. ഇന്ത്യയിലിപ്പോൾ നാഷണൽ വൺ ഹെൽത്ത് മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഈ ഏകോപനം താഴെത്തട്ടിൽ വരെ എത്തണം. ആവശ്യത്തിന് ഫണ്ട്, പരിശീലനം, ഇതൊക്കെ ഉറപ്പാക്കണം. ഇപ്പോഴും അതിൽ ചില വിടവുകളുണ്ട്. അപ്പോൾ നമ്മളീ സംസാരിച്ചതിൽ നിന്ന് ക്ഷയരോഗത്തിന്റെ കാര്യമെടുത്താൽ, പഴയ ശത്രു ആണെങ്കിലും ജാഗ്രത കുറയ്ക്കരുത്, കൃത്യമായ കണക്കുകളും നിരീക്ഷണവും എപ്പോഴും വേണം എന്ന് മനസ്സിലാക്കാം. ശരിയാണ്. അതേസമയം നിപ പോലുള്ള പുതിയ രോഗങ്ങൾ വരുമ്പോൾ മനുഷ്യൻ, മൃഗം, പരിസ്ഥിതി ഇവയുടെ എല്ലാം ആരോഗ്യം ഒരുമിച്ച് കാണുന്ന ഏകാരോഗ്യം എന്ന കാഴ്ചപ്പാടാണ് വേണ്ടതെന്ന് മനസ്സിലാക്കാമല്ലേ? അതെ, വളരെ കൃത്യമാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നതിനപ്പുറം രോഗം വരാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊരുക്കുക, അതിന്റെ മൂലകാരണങ്ങളെ അഭിമുഖീകരിക്കുക, അതാണ് പ്രധാനം. അതിന് നല്ല പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ വേണം. തീർച്ചയായും. വിവിധ വകുപ്പുകളുടെ ഏകോപനം വേണം. സമൂഹത്തിന്റെ പങ്കാളിത്തവും വേണം. ഈ ചർച്ച നിങ്ങൾക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. പോകുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി. ഈ ക്ഷയരോഗമായാലും നിപയായാലും ഇത് രണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാണത്? അതായത്, ആരോഗ്യപ്രശ്നങ്ങളെ വെറും ചികിത്സ കൊണ്ട് മാത്രം നേരിടാൻ പറ്റില്ല. അതിന്റെ പിന്നിലുള്ള സാമൂഹിക കാരണങ്ങൾ, പാരിസ്ഥിതിക കാരണങ്ങൾ, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലേ ശരി? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ശരിയാണ്, അതൊരു പ്രധാന ചിന്തയാണ്. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട 2 നിർണായക വിഷയങ്ങളാണ്. ഒന്ന്, മാതൃ ആരോഗ്യരംഗത്തെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അമ്മമാരുടെ മരണനിരക്ക്. പിന്നെ മറ്റൊന്ന്, വനിതകൾ നയിക്കുന്ന ചെറുകിട സംരംഭങ്ങളുണ്ടല്ലോ, അവർ നേരിടുന്ന ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ഇതിനെക്കുറിച്ചുള്ള ചില പഠനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ നമ്മൾ കാണുന്നൊരു പുരോഗതിയുണ്ടല്ലോ, അതിനപ്പുറം ശരിക്കും സഹായം വേണ്ടവർക്ക് അത് കിട്ടുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. അതെ, ഇതൊരു ഒരു ലാസ്റ്റ് മൈൽ പ്രോബ്ലം പോലെയാണ്. അതായത് പദ്ധതികളൊക്കെ ഉണ്ടാവും, സംവിധാനങ്ങളുണ്ട്. ശരിയാണ്. പക്ഷേ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ആ നിർണായക സഹായം സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ടോ? ഈ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ പുറമേ നല്ല പുരോഗതി കാണാം. പക്ഷെ ഉള്ളിൽ ആഴത്തിൽ ചില തടസ്സങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഓഹോ. 2 വിഷയങ്ങളിലും ഇത് കാണാം. നമുക്ക് ഈ രേഖകളൊക്കെ വെച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തുകൊണ്ടിത് നിങ്ങൾക്ക് പ്രധാനമാകുന്നു എന്നും നോക്കാം. എന്നാൽ പിന്നെ മാതൃമരണ നിരക്കിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? MMR. തുടങ്ങാം. ഇന്ത്യയിൽ ഇപ്പോൾ 1 ലക്ഷം പ്രസവങ്ങളിൽ 93 കുറഞ്ഞു. 2019-21 കണക്കാണിത്. ഇത് നല്ല വാർത്തയാണ്. കാരണം മുൻപ് ഇത് 103 ആയിരുന്നു. അപ്പൊ ഈ കണക്ക് കാണുമ്പോ ഒരു ആശ്വാസമൊക്കെ തോന്നും. ശരിയാണ്. ആ പുരോഗതി എന്തായാലും നല്ലതാണ്, തർക്കമില്ല. പക്ഷേ ഈ ശരാശരി കണക്കിന്റെ ഉള്ളില് സംസ്ഥാനങ്ങൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതെങ്ങനെ? ഉദാഹരണത്തിന് കേരളത്തിൽ MMR വെറും 20 1,00,020. അതേസമയം അസം 167, മധ്യപ്രദേശ് 175, അങ്ങനെയുള്ള EAG സംസ്ഥാനങ്ങൾ, അതായത് കൂടുതൽ ശ്രദ്ധ വേണ്ട സംസ്ഥാനങ്ങളുടെ കൂട്ടം, അവിടെ ഇത് വളരെ കൂടുതലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ഇത്ര വലുതായിട്ട്? അതെ, അവിടെയാണ് ഈ ലേഖനം പറയുന്ന ഒരു 3 കാലതാമസങ്ങൾ അല്ലെങ്കിൽ 3 ഡിലേസ് എന്നൊരാശയം വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണിവിടെ. 3 കാലതാമസങ്ങൾ. അത് എന്തൊക്കെയാണ്? കേൾക്കുമ്പോ എന്തോ ലളിതമായിട്ട് തോന്നുന്നു, പക്ഷെ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമല്ലോ, അല്ലേ? തീർച്ചയായും. ഒന്നാമത്തത്
ഒരു അപകട സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ വൈദ്യസഹായം തേടാൻ തീരുമാനിക്കുന്നില്ലേ, അതിലെ കാലതാമസം. ശരി. രണ്ടാമത്തത്, തീരുമാനിച്ചു, ഇനി ആ ആശുപത്രിയിലേക്ക് എത്തണ്ടേ, അതിനുള്ള ഗതാഗത സൗകര്യം, അതിന്റെ കുറവ് കാരണം വൈകുന്നത്. ഇതില് ദേശീയ ആരോഗ്യ ദൗത്യം, നമ്മുടെ ആശാപ്രവർത്തകർ, 108 ആംബുലൻസ് ശൃംഖല, ഇതൊക്കെ ഒരു പരിധിവരെ ഈ ആദ്യത്തെ 2 കാലതാമസങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. ആശാവർക്കർമാരൊക്കെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അതെ. അപ്പോ മൂന്നാമത്തെ കാലതാമസമാണോ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം? കേന്ദ്രത്തിലോ എത്തി അതിനുശേഷം ശരിയായ ഗുണമേന്മയുള്ള ചികിത്സ കിട്ടാൻ വൈകുന്നത്. ഹോ. ലേഖനം അതിനെ പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവാത്തത് എന്നാണ്. കാരണം അവിടെ എത്തിയല്ലോ. ശരിയാണ്. ആവശ്യത്തിന് ചിലപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടാവില്ല, അല്ലെങ്കിൽ രക്തബാങ്കുകൾ, മറ്റ് സൗകര്യങ്ങൾ, ഇതൊന്നുമില്ലാത്ത ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകൾ, FRUs, പലപ്പോഴും അത്ര കാര്യക്ഷമമല്ല. അപ്പൊ എന്താണ് പ്രധാന മരണകാരണങ്ങള്? പ്രസവാനന്തരമുള്ള രക്തസ്രാവം, ഉയർന്ന രക്തസമ്മർദ്ദം, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. അതായത് ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ജീവനുകളാണ് ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത്. അപ്പോ ഇത് വെറുമൊരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല, നമ്മുടെ ആരോഗ്യ സംവിധാനം എത്രത്തോളം കാര്യക്ഷമമാണ് എന്നതിൻ്റെയും ഒരു പരിധിവരെ സ്ത്രീകളുടെ സാമൂഹികാവസ്ഥയുടെയും ഒക്കെ ഒരു പ്രതിഫലനമാണ്. ഈ ആരോഗ്യരംഗത്തെ മൂന്നാം കാലതാമസം പോലെ, അതായത് സംവിധാനമൊക്കെയുണ്ട്, പക്ഷേ ആ അവസാന ഘട്ടത്തില് സഹായം കിട്ടുന്നില്ല, അതുപോലൊരു തടസ്സം സ്ത്രീകളുടെ സാമ്പത്തിക കാര്യങ്ങളിലും ഉണ്ടല്ലേ, പ്രത്യേകിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുമ്പോൾ. അതെ, കൃത്യമാണ് ആ താരതമ്യം. അവിടെയും ഏതാണ്ട് ഇതുപോലൊരു ചിത്രം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ GDPയുടെ ഒരു 30% സംഭാവന ചെയ്യുന്ന ഈ MSME മേഖല, അതായത് സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ. അവിടെ എടുത്താൽ വനിതാ സംരംഭകർക്ക് ആവശ്യത്തിന് സാമ്പത്തിക സഹായം കിട്ടുന്നില്ല. അവിടെയാണ് ഈ ക്രെഡിറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നൊരു സംഗതി വരുന്നത്. വായ്പ കിട്ടുന്നതിലെ ഒരു വിടവ്. ഈ ക്രെഡിറ്റ് ഗ്യാപ്പ് അത് എത്രത്തോളമുണ്ട്? പുരുഷ സംരംഭകർക്ക് അവരുടെ ആവശ്യവും അവർക്ക് കിട്ടുന്ന വായ്പയും തമ്മിൽ ഒരു 20% വ്യത്യാസമുണ്ടെങ്കിൽ വനിതാ സംരംഭകർക്ക് ഇത് 35% വരെയാണ്. ഓ, അത് വലുതാണല്ലോ. അതായത് അവരുടെ ആവശ്യത്തിന്റെ 1/3 കൂടുതൽ പണം കിട്ടുന്നില്ല എന്നാണോ? അതെ, അതാണ് അവസ്ഥ. പ്രധാനമന്ത്രി മുദ്രാ യോജന പോലുള്ള പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടും ഇതാണോ സ്ഥിതി? ഞാൻ വായിച്ച റിപ്പോർട്ടിൽ കണ്ടു 64% മുദ്രാ ലോൺ അക്കൗണ്ടുകളും വനിതകളുടേതാണ് എന്ന്. ശരിയാണ്. പക്ഷേ ആകെ കൊടുത്ത തുകയുടെ 41% മാത്രമാണ് അവർക്ക് കിട്ടിയത്. എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും കിട്ടിയ പൈസ കുറവാണല്ലോ. അതെ, അത് ശ്രദ്ധേയമാണ്. അതാണ് കാര്യം. എണ്ണമല്ല പ്രധാനം, ശരിക്കും എത്ര പിന്തുണ കിട്ടിയെന്നതാണ്. ഇതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഈടുവയ്ക്കാൻ സ്വന്തം പേരിൽ വസ്തുവകകളില്ലാത്തൊരവസ്ഥ. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ സാമ്പത്തിക സാക്ഷരത, അതിന്റെ കുറവ്, സർക്കാർ പദ്ധതികളെക്കുറിച്ച് ശരിയായ അറിവില്ലായ്മ, ചിലപ്പോ ബാങ്കുകളുടെ ഭാഗത്തുനിന്നുള്ള ഒരു മുൻവിധി അല്ലെങ്കിൽ ഒരു വിവേചനം, വനിതാ സംരംഭകരെ കുറച്ചുകൂടി റിസ്ക് കൂടുതലുള്ളവരായി കാണുന്നൊരു രീതി. ശരി. അതേസമയം ഒരു നല്ല കാര്യം, ഈ അനൗപചാരിക സംരംഭങ്ങളെയൊക്കെ ഔദ്യോഗികമാക്കാൻ സഹായിക്കുന്ന ഉദ്യം അസിസ്റ്റ് പോർട്ടലുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്തവരിൽ 70% കൂടുതലും വനിതകളാണ്. അതൊരു നല്ല സൂചനയാണ്. അപ്പോ റിസർവ് ബാങ്ക് ഈ റിപ്പോ നിരക്കൊക്കെ കുറയ്ക്കുന്നില്ലേ? അതുകൊണ്ടൊന്നും ഈ ക്രെഡിറ്റ് ഗ്യാപ്പ് കുറയില്ലേ? അത് പണത്തിന്റെ ലഭ്യത കൂട്ടാൻ സഹായിച്ചേക്കാം. റിപ്പോ നിരക്ക് കുറഞ്ഞാൽ ബാങ്കുകൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടും. അപ്പോൾ കൂടുതൽ ലോൺ കൊടുക്കാൻ ഒരു സാധ്യതയുണ്ട് തിയറി അനുസരിച്ച്. പക്ഷേ ലോൺ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ നിലവിലുള്ള ഈ സാമൂഹിക പ്രശ്നങ്ങൾ, ഈ സ്ഥാപനപരമായ വിവേചനങ്ങൾ, അതൊന്നും മാറിയില്ലെങ്കിൽ സ്ത്രീകൾക്ക് അതുകൊണ്ട് വലിയ ഗുണം കിട്ടണമെന്നില്ല. ശരിയാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ മാറാതെ ആ ക്രെഡിറ്റ് ഗ്യാപ്പ് പൂർണ്ണമായിട്ടും ഇല്ലാതാവില്ല. ഇത് സ്ത്രീകളുടെ വളർച്ചയെ മാത്രമല്ല ബാധിക്കുന്നത്, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയില്ലേ, അതിനെയാണിത് പിന്നോട്ട് വലിക്കുന്നത്. അപ്പൊ ഈ 2 വിഷയങ്ങളിലെയും വിവരങ്ങൾ എല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? അതായത് മാതൃആരോഗ്യമായാലും വനിതാ സംരംഭകത്വമായാലും പുറമേ നോക്കുമ്പോൾ ചില പുരോഗതികളൊക്കെയുണ്ട്. MMR കുറഞ്ഞു, കൂടുതൽ സ്ത്രീകൾ ലോണിനപേക്ഷിക്കുന്നു. പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ നോക്കുമ്പോൾ ആ ഗുണമേന്മയുള്ള ചികിത്സ സമയത്ത് കിട്ടുന്നതിലും, മൂന്നാം കാലതാമസം, അതുപോലെ ആവശ്യത്തിനുള്ള സാമ്പത്തിക സഹായം ശരിക്ക് കയ്യിലെത്തുന്നതിലും ക്രെഡിറ്റ് ഗ്യാപ്പ്, വലിയ വിടവുകൾ അതേപടി നിൽക്കുന്നു. അതും
NHM, FRU, മുദ്ര, ഉദ്യം അസിസ്റ്റ് അങ്ങനെ പല പല സർക്കാർ പദ്ധതികളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും. അതെ അതെ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ അവസാന കടമ്പ മറികടക്കാൻ പറ്റാത്തത്? അത് ശരിയാണ്. ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഫലം കിട്ടുന്നില്ല? എവിടെയാണ് പ്രശ്നം? അപ്പോ ഈ റിപ്പോർട്ടുകളുടെ ഒക്കെ വെളിച്ചത്തിൽ നിങ്ങൾക്കൊന്നാലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. ഈ നിലവിലുള്ള പദ്ധതികൾക്കും നിയമങ്ങൾക്കുമൊക്കെ അപ്പുറം ആരോഗ്യരംഗത്തും സാമ്പത്തിക രംഗത്തും സ്ത്രീകൾക്ക് തുല്യമായ അവസരങ്ങൾ, അതിനേക്കാൾ ഉപരി തുല്യമായ ഫലങ്ങൾ, അത് ഉറപ്പാക്കാൻ നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ എന്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് ശരിക്കും വേണ്ടത്? വെറുതെ കൂടുതൽ പദ്ധതികളുണ്ടാക്കിയാൽ മതിയോ? അതോ ഈ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിലും അതിനടിയിലുള്ള നമ്മുടെയൊക്കെ സാമൂഹിക മനോഭാവങ്ങളിലുമാണോ യഥാർത്ഥ മാറ്റം വരേണ്ടത്? ഇന്ന് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളിലൂടെ. ഒന്ന്, നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ ഇത് സാധാരണ മനുഷ്യരെ എങ്ങനെ ബാധിക്കുന്നു എന്നത്, ഈ കാലാവസ്ഥാ പലായനം എന്നൊക്കെ പറയുന്ന കാര്യം. രണ്ട്, ഈ പ്രശ്നം പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ, അതിലെ തർക്കങ്ങൾ. ഈയിടെ കഴിഞ്ഞ ബോൺ കോൺഫറൻസിന്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അതായത്, ഒരു വശത്ത് കടലെടുക്കുന്ന വീടുകളും നാടും വിട്ടു പോകേണ്ടിവരുന്ന മനുഷ്യർ, മറുവശത്ത് അവരെ സഹായിക്കാൻ പണം മുടക്കുന്നതിനെ ചൊല്ലി അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വടംവലികൾ. ഈ പ്രാദേശിക യാഥാർത്ഥ്യങ്ങളെ ആഗോള രാഷ്ട്രീയമായി ഒന്ന് ബന്ധിപ്പിക്കാൻ ശ്രമിക്കാം. ശരി, നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടന്നാലോ? തീർച്ചയായും. ആദ്യത്തെ ലേഖനം നോക്കുമ്പോൾ ഈ കാലാവസ്ഥാ മാറ്റം കാരണം ഇന്ത്യയിലെ തീരദേശത്തുള്ളവർക്ക് വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. അത് വെറും കടൽകയറ്റം മാത്രമല്ല, അല്ലേ? ഈ സാഗർമാല പോലുള്ള ചില വികസന പദ്ധതികൾ, അത് കണ്ടൽക്കാടുകൾ പോലുള്ള നമ്മുടെ സ്വാഭാവിക പ്രതിരോധങ്ങളെ നശിപ്പിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇതൊരു ഇരട്ടപ്രഹരം പോലെയാണ്. അതെ അതെ, ശരിയാണ്. അതൊരു ഇരട്ട ആഘാതം തന്നെയാണ്. കാലാവസ്ഥാ മാറ്റം എന്ന പ്രകൃതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം, അതോടൊപ്പം ഈ വികസനത്തിന്റെ പേരിലുള്ള സമ്മർദ്ദങ്ങളും. ലേഖനത്തിൽ പറയുന്ന ആ ഒരു കാര്യം, ആ ദുഷിച്ച വലയം, അത് ശരിക്കും ഭീകരമാണ്. വീടും സ്ഥലവുമൊക്കെ നഷ്ടപ്പെട്ട് നഗരങ്ങളിലേക്കെത്തുന്നവർ, അവര് പിന്നെ ഈ അനൗപചാരിക മേഖലകളിൽ തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്യേണ്ടി വരുന്നു. പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നു, കടക്കെണിയിലാകുന്നു. അങ്ങനെ കാലാവസ്ഥാ മാറ്റം കാരണം പുതിയൊരു ദുർബല സമൂഹമുണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ കാലാവസ്ഥാ കുടിയേറ്റക്കാരെന്ന് നമ്മൾ പറയുമ്പോഴും അവർക്ക് നിയമപരമായ ഒരു അംഗീകാരമോ പരിരക്ഷയോ ഇല്ല എന്നതാണ്, അല്ലേ? നമ്മുടെ നിലവിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമങ്ങളൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതൊരു വലിയ ഒരു വിടവാണ്. ഈ സാവധാനം സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതായത് കടൽ കുറേശ്ശെയായി കരയിലേക്ക് കയറുന്നത്, വീടുകൾ പതിയെ വാസയോഗ്യമല്ലാതാവുന്നത്, ഇതിനെ നേരിടാൻ നിലവിലെ നിയമങ്ങൾക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് ഇവരെ ഔദ്യോഗികമായി ദുരന്തബാധിതരായി പരിഗണിച്ച് സഹായം നൽകുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ തീരദേശ നിയന്ത്രണ മേഖല CRZ നിയമങ്ങൾ, അത് തീരം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ വികസനത്തിന് മുൻഗണന കൊടുക്കുമ്പോൾ, അതെ, വലിയ പദ്ധതികൾ വരുമ്പോൾ അവിടുത്തെ തദ്ദേശീയ സമൂഹങ്ങളുടെ താൽപ്പര്യങ്ങൾ ചിലപ്പോൾ അവഗണിക്കപ്പെടുന്നു എന്നൊരു വിമർശനം, അത് ഈ ലേഖനങ്ങളിലും കാണാം. അപ്പോൾ ഈ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക നീതിയും, ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെയുണ്ട്. ശരിയാണ്. അപ്പോൾ ഈ ഒരു പ്രാദേശിക പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നമുക്ക് ആഗോളതലത്തിലേക്ക് വരാം. രണ്ടാമത്തെ ലേഖനം ബോൺ കാലാവസ്ഥാ സമ്മേളനത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അത് വലിയ COP30 ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. അവിടെ തുടക്കത്തിലെ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നാണ് തോന്നുന്നത്. വളരെ പ്രകടമായിരുന്നു. സാധാരണ നമ്മൾ കാണാറുള്ള നോർത്ത് സൗത്ത് ഭിന്നത, അതായത് വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും തമ്മിലുള്ള ഒരു തർക്കം, അതവിടെയും പ്രധാന ചർച്ചാവിഷയമായി. കാലാവസ്ഥ മാറ്റത്തിന് ചരിത്രപരമായി കൂടുതൽ ഉത്തരവാദികൾ വികസിത രാജ്യങ്ങളാണെന്നും അതുകൊണ്ട് അവർ കൂടുതൽ സാമ്പത്തിക സഹായം നൽകണമെന്നും ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാദിച്ചു. ഈ ക്ലൈമറ്റ് ഫിനാൻസ്, അതിൽ വ്യക്തമായ ഉറപ്പുകൾ വേണമെന്നതായിരുന്നു പ്രധാന ആവശ്യം. പക്ഷേ വികസിത രാജ്യങ്ങൾ പറയുന്നത് വേറൊരു കാര്യമാണ്, അല്ലേ? ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ, അതായത് വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥകൾ, അവരും ഇപ്പോൾ ഉത്തരവാദിത്തം പങ്കിടണം, പണം നൽകുന്നവരുടെ എണ്ണം കൂട്ടണം എന്നൊരു വാദം അവർ മുന്നോട്ട് വെക്കുന്നു.
പിന്നെ ഈ നഷ്ടവും നാശവും, അതായത് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ടിംഗ്, പിന്നെ അഡാപ്റ്റേഷൻ ഗോൾസ്, ഇതിലൊക്കെ തർക്കങ്ങളുണ്ടായി എന്നും കേൾക്കുന്നു. തീർച്ചയായും ഈ സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള തർക്കം അത് വളരെ നിർണായകമാണ്. കാരണം ആര് പണം നൽകണം, എത്ര നൽകണം എന്ന കാര്യത്തിലൊരു ധാരണയിലെത്താതെ മറ്റു വിഷയങ്ങളിൽ മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടാണ്. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനെക്കുറിച്ചോ മറ്റ് അഡാപ്റ്റേഷൻ നടപടികൾക്കുറിച്ചോ ഒക്കെ സംസാരിക്കണമെങ്കിൽ ആദ്യം ഈ ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകണം. ലേഖനം പറയുന്ന പോലെ ഇത് ആഗോള ചർച്ചകളിലെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയാണ് കാണിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടി നമ്മളൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്താ കാണുന്നത്? ഇന്ത്യയിലെ ഒരു തീരദേശ ഗ്രാമത്തിൽ ഒരാൾക്ക് വീട് നഷ്ടപ്പെടുന്നു. അതിന് കാരണം ഒരുപക്ഷേ ആഗോളതലത്തിൽ ബോണിലോ മറ്റേതെങ്കിലും കോൺഫറൻസിലോ ഈ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് തർക്കിച്ച് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കാത്തതുകൊണ്ടുകൂടി ആവാം. കാരണം ആവശ്യത്തിന് ഫണ്ടും സാങ്കേതിക സഹായവും അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ കാലാവസ്ഥ ആഘാതങ്ങളെ ഫലപ്രദമായി നേരിടാനും ഈ കുടിയേറ്റം പോലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുമുള്ള ഒരു ശേഷിക്കുറവുണ്ടാകുന്നു. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ: 1. കാലാവസ്ഥാ കുടിയേറ്റം ഇന്ത്യയിൽ ഒരു യാഥാർത്ഥ്യമാണ്. അത് കാലാവസ്ഥാ മാറ്റം കൊണ്ടും ചില വികസന നയങ്ങൾ കൊണ്ടും സംഭവിക്കാം. ഇത് പുതിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. 2. ആഗോളതലത്തിലെ ചർച്ചകൾ, പ്രത്യേകിച്ച് ഈ പണത്തിന്റെ കാര്യത്തിൽ, വലിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ തട്ടി നിൽക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ വേണ്ട പ്രവർത്തനങ്ങളെ വൈകിപ്പിക്കുന്നു. അതെ. 3. പ്രാദേശികമായിട്ടും, അതായത് രാജ്യത്തിനകത്തും, ഈ കുടിയേറ്റക്കാർക്കൊരു അംഗീകാരം നൽകുക, തീരസംരക്ഷണം ഉറപ്പാക്കുക, അന്താരാഷ്ട്ര തലത്തിലും ഈ ഫണ്ടിംഗ് തർക്കങ്ങൾ പരിഹരിക്കുക, ഒരുമിച്ചുള്ളൊരു സമീപനം അത്യാവശ്യമാണ്. അപ്പോൾ കാലാവസ്ഥാ മാറ്റം തീരങ്ങളിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളും അതിനൊരു പരിഹാരം കാണാനുള്ള ആഗോള ശ്രമങ്ങളിലെ സങ്കീർണതകളും നമ്മൾ ഇന്നൊരു പരിധിവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒരു കാര്യം കൂടി ഒരു അവസാന ചിന്തയായിട്ട് പറയാം. ഈ അന്താരാഷ്ട്ര ചർച്ചകളും ഫണ്ടിനായുള്ള കാത്തിരിപ്പുമൊക്കെ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ഒരു ആഗോള സമവായത്തിന് കാത്തു നിൽക്കാതെ പ്രാദേശിക തലത്തിൽ, അതായത് പഞ്ചായത്തുകൾക്കോ സംസ്ഥാന സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ദേശീയ ഗവൺമെന്റിനോ, ഇവർക്കൊക്കെ സ്വന്തം നിലയിൽ എത്രത്തോളം ഈ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയും? അങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ടാകുമോ? തുടർന്നും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ആഗോള നേതൃത്വവും ഇന്ത്യയുടെ ധാർമ്മിക ശക്തിയും പിന്നെ മറ്റു ചില കാര്യങ്ങളും നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി തോന്നി. ലോകം ശരിക്കും ഒരു ലീഡർഷിപ്പ് ക്രൈസിസിലാണല്ലേ? ഉക്രൈൻ, ഗാസ, ഈ അടുത്ത കാലത്തെ സംഘർഷങ്ങളൊക്കെ നോക്കിയാൽ മതി. അതെ, നിലവിലുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ അതിന്റെ ഒരു പരാജയം കൂടിയാണ് അത് കാണിക്കുന്നത്. ശരിയാണ്. ശക്തിക്ക് പ്രാധാന്യം കൂടുന്നു, നീതിക്ക് പകരം. അതെ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യയ്ക്കൊരു ലേഖനത്തിൽ പറയുന്ന പോലെ ഒരു മോറൽ മസിൽ, ഒരു ധാർമ്മിക ശക്തിയായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? അതൊരു വലിയ ചോദ്യമാണ്. ഇന്ത്യയുടെ ആ ഗാന്ധിയൻ പാരമ്പര്യം, പിന്നെ നമ്മുടെ വളർന്നുവരുന്ന സാമ്പത്തിക ശക്തി, ഇതൊക്കെ ഇതിന് സഹായിക്കുമോ? അതാണ് നമ്മളിന്ന് നോക്കുന്നത്. തീർച്ചയായും നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. ആ നിയമാധിഷ്ഠിത അന്താരാഷ്ട്ര ക്രമം, ആ റൂൾസ് ബേസ്ഡ് ഓർഡർ, അത് അത്ര ഫലപ്രദമാകുന്നില്ലെന്ന് ലേഖനം പറയുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിയാണ്. ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ സൈനിക ശക്തിയുടെ ഉപയോഗം, അത് തടയാൻ പലപ്പോഴും ഈ നിയമങ്ങൾക്ക് കഴിയുന്നില്ല. ഓഹോ. ഈ നിയമാധിഷ്ഠിത ക്രമം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പോകണമെന്നാണല്ലോ. അതെ. പക്ഷേ ശരിക്കുള്ളൊരു നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് ചില തത്വങ്ങളിൽ ഉറച്ചു നിൽക്കണം, ദുർബലരെ സഹായിക്കണം, മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണം. ആ ഗുണങ്ങൾ ഇപ്പൊ കുറഞ്ഞു വരുന്നു. അതാണ് പ്രശ്നം. അപ്പോ ഈ ഒരു പോയിന്റിലാണ് ലേഖനം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇത് രസകരമാണ്. ഇന്ത്യയുടെ പങ്കെന്തായിരിക്കണം? മഹാത്മാഗാന്ധിയിലൂടെ നമുക്കൊരു ധാർമ്മിക അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും. അപ്പോ ആ പാരമ്പര്യം വെച്ച് ലോകത്തിനു മുന്നിൽ ഒരു ധാർമ്മിക ശക്തിയായി ഇന്ത്യക്ക് മാറിക്കൂടെ? അതാണ് ലേഖനം ചോദിക്കുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം ഗാന്ധിയൻ ചിന്തയുടെ കാതൽ തന്നെ അതാണല്ലേ. ലക്ഷ്യം മാത്രം പോരാ, മാർഗവും ശുദ്ധമായിരിക്കണം. ശരിയാണ്. അപ്പോൾ ആ പാരമ്പര്യം, പിന്നെ നമ്മുടെ ചേരിചേരാ നയം, അതിന്റെ ഒരു ചരിത്രമുണ്ട്. പിന്നെ ഈ വികസിത വികസ്വര രാജ്യങ്ങൾ, ഗ്ലോബൽ നോർത്ത് സൗത്ത്, അതിനിടയിലൊരു പാലമായി നിൽക്കാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ ഇന്ത്യയ്ക്കൊരു പ്രത്യേക ധാർമ്മിക മുൻതൂക്കം നൽകുന്നുണ്ട്. പിന്നെ നമ്മുടെ വസുധൈവ കുടുംബകം എന്ന ആശയം, ലോകമൊരു കുടുംബം. അതെ,
ലോകമൊരു കുടുംബം. അത് നമ്മുടെ വിദേശനയ ചിന്തയുടെ ഭാഗമാണ്. അപ്പോ ആഗോള സഹകരണത്തിന് ഊന്നൽ നൽകുന്നൊരു സമീപനം. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ നല്ലതാണ്. പക്ഷേ പ്രായോഗികമായിട്ട് ഇതെത്രത്തോളം നടക്കും? അതാണ് എന്റെ സംശയം. അതൊരു വലിയ ചോദ്യമാണ്. കാരണം ദേശീയ താൽപ്പര്യങ്ങൾ, സുരക്ഷ, ഇതൊന്നും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ധാർമ്മികതയ്ക്ക് എവിടെയാണ് സ്ഥാനം? ശരിയാണ്. ലേഖനം തന്നെ പറയുന്നുണ്ട്, ഈ റിയൽ പൊളിറ്റിക് ഡിലമ, യാഥാർത്ഥ്യ രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദങ്ങൾ, പിന്നെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പരിമിതികൾ, സൈനികമായ പരിമിതികൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ. അതെ അതെ, അവിടെയാണ് ആ ഒരു സന്തുലിതാവസ്ഥ, ആ ബാലൻസ് കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം വരുന്നത്. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശം, അതായത് സ്ട്രാറ്റജിക് ഓട്ടോണമി, അത് നിലനിർത്തണം. മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. അത് വിട്ടുകളയാൻ പറ്റില്ല. തീർച്ചയായും. അപ്പോ ലേഖനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വഴി ഈ തത്വാധിഷ്ഠിത യാഥാർത്ഥ്യവാദം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ റിയലിസം എന്നതാണ്. പ്രിൻസിപ്പിൾഡ് റിയലിസം, അതായത് മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുക, അതേസമയം തന്നെ പ്രായോഗികമായി നമ്മുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക. ഒരു നടുക്കു നിൽക്കുന്ന പോലെയോ? ഒരു തരത്തിൽ അങ്ങനെ പറയാം. വെറും വലിയ പ്രസംഗങ്ങൾ നടത്തുന്നതിന് പകരം ചില കാര്യങ്ങൾ ചെയ്തു കാണിക്കുക. ഉദാഹരണത്തിന്, നമ്മുടെ സ്വന്തം ജനാധിപത്യം ശക്തിപ്പെടുത്തുക, സുസ്ഥിര വികസനത്തിൽ ഒരു മാതൃകയാവുക, ഗ്ലോബൽ സൗത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് സഹായം നൽകുക. ഓക്കെ. പിന്നെ ലേഖനം പറയുന്നൊരു പ്രധാന കാര്യം, ഒരുപക്ഷെ എല്ലാ പ്രശ്നത്തിലും പോയി പക്ഷം പിടിക്കുന്നതിന് പകരം സംഭാഷണങ്ങൾക്ക് വേണ്ടി, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു യുക്തിയുടെ ശബ്ദമാകാൻ ശ്രമിക്കുക. ഒരു മീഡിയേറ്റർ റോള് പോലെ. ഒരു പരിധിവരെ. പക്ഷെ സ്വന്തം നിലപാടും താൽപ്പര്യവും ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട്, ഒരു വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന, ആവശ്യമുള്ളപ്പോൾ ഉപദേശം നൽകുന്ന, പക്ഷേ സ്വന്തം കാര്യം നോക്കാനും അറിയുന്ന ഒരാളെപ്പോലെ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ ലേഖനം പറയുന്നത് ഇന്ത്യയുടെ ആ ധാർമ്മിക പാരമ്പര്യം ഉപയോഗിക്കണം, പക്ഷേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ദേശീയ താൽപ്പര്യങ്ങളും ആഗോള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും മറന്നുകൊണ്ടാവരുത്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ആദർശവും യാഥാർത്ഥ്യവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം. ഇതൊരു ഞാണന്മേൽ കളി തന്നെയാണല്ലേ? അതെ, തീർച്ചയായും. കാരണം നമ്മൾ സാമ്പത്തികമായും സൈനികമായും വളർന്നു വരുന്നൊരു ശക്തിയാണ്. ആ ശക്തിയെ ലോകവേദിയിൽ ഒരു ധാർമ്മിക സ്വാധീനമാക്കി മാറ്റുക എന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശവും ദേശീയ താൽപ്പര്യങ്ങളും അതൊന്നും ബലികഴിക്കാൻ പറ്റില്ല. ഇല്ല. അപ്പോ അതും നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഒരു ധാർമ്മിക നേതൃത്വം സാധ്യമാകും? അതാണ് യഥാർത്ഥ വെല്ലുവിളി. ശരിയാണ്. അപ്പോ കേൾക്കുന്ന നിങ്ങൾക്കായിട്ട് ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഈ ലേഖനം പറയുന്ന പോലെ എല്ലാ തർക്കങ്ങളിലും പക്ഷം ചേരാതെ ഒരു യുക്തിയുടെ ശബ്ദമാകാൻ ഇന്ത്യ ശ്രമിച്ചു എന്ന് വെക്കാം. ഓക്കെ. ഇന്നത്തെ ലോകം ഭയങ്കരമായിട്ട് ധ്രുവീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പക്ഷം ചേരാതെയുള്ള നിലപാടിന് ഒരു വിശ്വാസ്യത കിട്ടുമോ? ആരെങ്കിലും അത് കേൾക്കുമോ? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. അതോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ഭാഗം ചേരാൻ നമ്മൾ നിർബന്ധിതരാകുമോ? എന്താണ് ഈ തത്വാധിഷ്ഠിത യാഥാർത്ഥ്യവാദം പ്രായോഗിക തലത്തിൽ ശരിക്കും അർത്ഥമാക്കുന്നത്? ഇതൊക്കെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. അതെ, ഇതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മൾ നോക്കുന്നത് ബഹിരാകാശത്തൊരു പുതിയ ആയുധ മത്സരം വരുമോ, അങ്ങനെയൊരു സാധ്യതയുണ്ടോ എന്നാണ്. അമേരിക്കയുടെ ഗോൾഡൻ ഡോം എന്നൊരു പുതിയ ബഹിരാകാശ പ്രതിരോധ പദ്ധതിയെക്കുറിച്ചാണ് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സംഭവം? ഇത് ലോകത്തെ, പ്രത്യേകിച്ച് ഇന്ത്യയൊക്കെ എങ്ങനെ ബാധിക്കാം? നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചൊന്ന് വിശദമായി നോക്കാം. ശരിയാണ്. ഇത് അടിസ്ഥാനപരമായി ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. അതായത് അമേരിക്കയ്ക്ക് നേരെ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ, പിന്നെ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ, ഇവയൊക്കെ ബഹിരാകാശത്ത് വച്ച് തന്നെ തകർക്കുക. അതാണ് ലക്ഷ്യം. അതിനായിട്ട് ആയുധങ്ങൾ ഘടിപ്പിച്ച ഒരുപാട് ഉപഗ്രഹങ്ങളെ ഒരു ശൃംഖല പോലെ താഴ്ന്ന ഭ്രമണപഥത്തിൽ, അതായത് LEOയിൽ വിന്യസിക്കാനാണ് അവരുടെ പദ്ധതി. LEO തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം പെട്ടെന്ന് കണ്ടെത്താനും പ്രതിരോധിക്കാനും വേണ്ടിയിട്ടാണോ? അതെ. മിസൈൽ വിക്ഷേപണം പെട്ടെന്ന് തിരിച്ചറിയാനും കുറഞ്ഞ സമയം കൊണ്ട് അതിനെ നേരിടാനും LEOയിൽ നിന്ന് ലളുക്കമാണ്. 1967 ഉടമ്പടിയിലെ അത് ബഹിരാകാശത്ത് ഈ അണുവായുധങ്ങൾ പോലത്തെ വന്നാശം വിധിക്കുന്ന WMDS അത് സ്ഥാപിക്കുന്നത് പൂർണ്ണമായിട്ടും വിലക്കുന്നുണ്ട്. പക്ഷേ ഈ സാധാരണ ആയുധങ്ങൾ,
അതായത് മിസൈലിനെ നേരിട്ട് പോയി ഇടിച്ചു തകർക്കുന്ന കൈനറ്റിക് വെപ്പൺസ് പോലുള്ളവ. അതിന്റെ കാര്യത്തിൽ ഈ ഉടമ്പടിയിൽ അത്ര വ്യക്തതയില്ല. ഓഹോ. അതെ. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപിറങ്ങിയ ആ ഉടമ്പടിയിലെ ഒരു അവ്യക്തത, അതൊരു പഴുതായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ അമേരിക്ക ഇത് പ്രതിരോധം എന്നൊക്കെ പറയുമ്പോൾ റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ ഇത് അങ്ങനെ തന്നെ കാണുമോ? ഇതൊരു പുതിയ ആയുധ മത്സരത്തിന് വഴിവെക്കില്ലേ സ്പേസില്? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു വലിയ ആശങ്ക തന്നെയാണ്. കാരണം ഇത് നിലവിലുള്ള ഒരു സ്ട്രാറ്റജിക് സ്റ്റെബിലിറ്റി ഇല്ലേ, ആ ഒരു തന്ത്രപരമായ സന്തുലിതാവസ്ഥ, അതിനെ ഇത് തകർക്കാൻ സാധ്യതയുണ്ട്. പ്രതിരോധം എന്ന് പറയുമ്പോഴും ഈ ഉപഗ്രഹങ്ങൾക്ക് മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കാനും ചിലപ്പോൾ തടസ്സപ്പെടുത്താനുമൊക്കെ കഴിയുമെന്നൊരു വാദമുണ്ട്. അതാണ് ഈ ഡ്യുവൽ യൂസ് ആംബിഗ്വിറ്റി. ഓ ശരി ശരി. സ്വാഭാവികമായും റഷ്യയും ചൈനയുമൊക്കെ ഇതിനൊരു ഭീഷണിയായി കാണും. അപ്പോൾ അവർ സ്വന്തമായിട്ട് ബഹിരാകാശ പ്രതിരോധശേഷിയും ചിലപ്പോൾ ആക്രമണശേഷിയും കൂട്ടാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ആയുധ മത്സരം ബഹിരാകാശത്തേക്ക് എത്തിയാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? കാരണം ഒരു ചെറിയ പ്രശ്നം പോലും അവിടെ നമ്മളെ എല്ലാം ബാധിക്കില്ലേ? കമ്മ്യൂണിക്കേഷൻ, കാലാവസ്ഥ, എല്ലാത്തിനും നമ്മൾ ഉപഗ്രഹങ്ങളെയല്ലേ ആശ്രയിക്കുന്നത്? തീർച്ചയായും. ബഹിരാകാശത്ത്, പ്രത്യേകിച്ച് ഈ ലിയോയിൽ ഒരു ചെറിയ ഏറ്റുമുട്ടൽ നടന്നാൽ പോലും വൻതോതിൽ സ്പേസ് ഡെബ്രീസ്, അതായത് ബഹിരാകാശ മാലിന്യമുണ്ടാവാം. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ അവശിഷ്ടങ്ങൾ മറ്റുപഗ്രഹങ്ങളിൽ പോയി ഇടിക്കും. അങ്ങനെ കൂടുതൽ അവശിഷ്ടങ്ങളുണ്ടാവും. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ തുടരാം. അതാണോ ഈ കെസ്ലർ സിൻഡ്രോം എന്ന് പറയുന്നത്? അതെ, അതുതന്നെ, കെസ്ലർ സിൻഡ്രോം. അങ്ങനെ സംഭവിച്ചാൽ ഈ താഴ്ന്ന ഭ്രമണപഥം ചിലപ്പോൾ കാലങ്ങളോളം ഉപയോഗിക്കാൻ പറ്റാതാവും. അപ്പോൾ ഈ ഗോൾഡൻ ഡോം പോലുള്ള സംവിധാനങ്ങൾ ശരിക്കും ഉപയോഗിച്ചാൽ പോലും ഈ ഭീഷണി കൂടും. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ധർമ്മസങ്കടം തന്നെയാണല്ലോ. കാരണം ബഹിരാകാശം സമാധാനപരമായി ഉപയോഗിക്കണമെന്ന് എപ്പോഴും പറയുന്ന രാജ്യമാണിന്ത്യ. അപ്പോ ഇന്ത്യയുടെ ഒരു നിലപാടെന്തായിരിക്കും? അതെ, ഇന്ത്യയുടെ സാഹചര്യം കുറച്ച് സങ്കീർണമാണ്. ഒരു വശത്ത് ബഹിരാകാശം എല്ലാവരുടെയും പൊതുസ്വത്താണെന്നും അവിടെ ആയുധങ്ങൾ വേണ്ട എന്നുമുള്ള നമ്മുടെ ഒരുപാട് കാലത്തെ നയമുണ്ട്. മറുവശത്ത് നോക്കിയാൽ അമേരിക്ക നമുക്കൊരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്, പ്രത്യേകിച്ച് ചൈനയുടെ ഭാഗത്തുനിന്നുള്ള വെല്ലുവിളികൾ നോക്കുമ്പോൾ. അപ്പോൾ ഈ ഗോൾഡൻ ഡോം പദ്ധതിയെ എതിർത്താൽ അത് അമേരിക്കയുമായുള്ള ബന്ധത്തെ ബാധിക്കാം. എന്നാൽ പിന്തുണച്ചാൽ അത് നമ്മുടെ അടിസ്ഥാന നിലപാടുകൾക്ക് വിരുദ്ധമാകും. മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ സ്വന്തമായി ഒരു സ്പേസ് ആക്ടിവിറ്റീസ് ബിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ അന്തിമരൂപത്തെയും ഈ സാഹചര്യം സ്വാധീനിക്കാം. അപ്പൊ ചുരുക്കത്തിൽ ഈ അമേരിക്കയുടെ ഗോൾഡൻ ഡോം പദ്ധതി പഴയൊരു ഉടമ്പടിയിലെ പഴുതുപയോഗിക്കാൻ നോക്കുന്നു. ഇത് ഒരു പുതിയ ആയുധ മത്സരത്തിനും സ്പേസ് ഡെബ്രി കൂടാനും പിന്നെ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു നയതന്ത്ര പ്രതിസന്ധിക്കും കാരണമായേക്കാം. അങ്ങനെയല്ലേ? ശരിയാണ്. ഇന്ത്യക്ക് എന്തായാലും വെറുതെ നോക്കി നിൽക്കാൻ പറ്റില്ല. ഒരു വഴിയെന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശത്ത് എല്ലാത്തരം ആയുധങ്ങളും നിരോധിക്കണം, അതിനുവേണ്ടി പുതിയ ഉടമ്പടികൾ വരണം എന്നൊക്കെ ശക്തമായി വാദിക്കുക. നയതന്ത്ര തലത്തിൽ അതിന് ശ്രമിക്കാം. അമേരിക്കയുമായുള്ള നമ്മുടെ നല്ല ബന്ധം ചിലപ്പോൾ അതിന് സഹായിച്ചേക്കാം. അതുപോലെ തന്നെ മറുവശത്ത് നമ്മുടെ സ്വന്തം ഉപഗ്രഹങ്ങളെയും മറ്റാസ്തികളെയും സംരക്ഷിക്കാനൊരു പ്രതിരോധശേഷി, അതായത് കൗണ്ടർ സ്പേസ് കേപ്പബിലിറ്റി, അത് വളർത്തേണ്ടി വരുമോ എന്നതും ചിന്തിക്കേണ്ടി വരും. ശത്രുക്കളുടെ ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ നേരിടാനുമൊക്കെയുള്ളൊരു ശേഷി. അപ്പോ സമാധാനത്തിനുള്ള ശ്രമവും സ്വയം പ്രതിരോധത്തിനുള്ള തയ്യാറെടുപ്പും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വരും. അതെ, ഏതാണ്ട് അങ്ങനെ ഒരു സാഹചര്യമാണ് വരുന്നത്. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം, ബഹിരാകാശത്ത് ആയുധം എത്തിയാൽ എവിടെയാണ് പ്രതിരോധം, എവിടെയാണ് ആക്രമണം എന്ന് ആ ഒരു അതിർവരമ്പ് വളരെ നേർത്തതായിരിക്കുമല്ലേ? പിന്നെ നമ്മൾ ഭൂമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബഹിരാകാശത്ത് സമാധാനമുണ്ടാക്കാൻ പറ്റുമോ? ഇതിനെക്കുറിച്ച് നിങ്ങളൊക്കെ എന്താണ് ചിന്തിക്കുന്നത്?